സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് വൈദ്യുതി ഉപഭോഗം. തുടർച്ചയായ രണ്ടാം ദിവസവും റെക്കോർഡ് ഉപഭോഗമാണ് രേഖപ്പെടുത്തിയത്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി ഇപ്പോഴുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ലക്ഷ്യമെന്നും പവർ കട്ട് ഉണ്ടാകില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും സംസ്ഥാനത്ത് പവർ കട്ടോ ലോഡ് ഷെഡോ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകാനുള്ള നടപടികളായി മുന്നോട്ട് പോവുകയാണ് KECB. ചൂട് കൂടുതലായതിനാൽ ഓരോ ദിവസവും വൈദ്യുതിയുടെ ആവശ്യകതയിൽ 50 മെഗാവാട്ടോളം വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഉയർന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളുമായി ഏർപ്പെട്ടിരുന്ന പവർ ബാങ്കിംഗ് അറേഞ്ച്മെൻറ്റിൽ 200 മെഗാവാട്ടിൻ്റെ കുറവ് 16-ാം തീയതി മുതൽ ഉണ്ടായി. മറ്റ് 200 മെഗാവാട്ടിൻ്റെ കുറവ് 20-ാം തീയതി മുതലും വീണ്ടും ഒരു 200 മെഗാവാട്ടിൻ്റെ കുറവ് 26 മുതൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലനിൽക്കുന്ന ഉയർന്ന താപനില ഈ മാസം 26-ാം തീയതി വരെ തുടരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ദീർഘകാല കോൺട്രാക്ട് ഏർപ്പെടാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം KECB ചോദിച്ചിട്ടുണ്ട്. സാജിദ് അജ്മൽ വിവരങ്ങളുമായി. സാജിദ്, എന്താണ് മന്ത്രി പറയുന്നത്? ഹജിൻസ്, കടുത്ത ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപഭോഗം അതിൻ്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ്. 6033 മെഗാവാട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപയോഗം വന്നിരിക്കുന്നത്. അത് ചൂട് കൂടുന്നതനുസരിച്ച് ഓരോ ദിവസവും 50 മെഗാവാട്ട് വരെ അധികമായി വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഒരു ലോഡ് ഷെഡിങ്ങോ പവർ കട്ടോ ഉണ്ടാകില്ല എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി പറയുന്നത്. എന്നാൽ പല ഭാഗത്തും ഈ ഒരു അപ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണമുണ്ട്. ഇതിന് മന്ത്രി നൽകുന്ന വിശദീകരണം അത് ഈ ആളുകളുടെ ഉപഭോഗം കൂടുന്നതനുസരിച്ച് ഈ വൈദ്യുതി ട്രാൻസ്ഫോമറിലും മറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് ബോധപൂർവം KECB ചെയ്യുന്നതല്ല എന്നുള്ളതാണ്. അത് ഈ ചൂട് കൂടുന്നതനുസരിച്ച് ഒരു വീട്ടിൽ തന്നെ നിരവധി AC ഉപയോഗിക്കുന്നു, ഒരു മുറിയിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫാൻ ഉപയോഗിക്കുന്നു. ഇതെല്ലാം വൈദ്യുതി ഉപഭോഗം വർദ്ധിക്കാൻ കാരണമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗ്യാസിൻ്റെ ലഭ്യത കുറവ് വന്നതോടുകൂടി ഇൻഡക്ഷൻ കുക്കർ ആളുകൾ ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ കാരണമായി എന്നുള്ളതാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. ഇത് ആളുകൾ ബോധപൂർവം പീക്ക് അവറിൽ ഈ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണം. അത് ആളുകൾക്ക് ഫാനും AC ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ മറ്റ് വാഷിംഗ് മെഷീൻ, അതോടൊപ്പം തന്നെ ഗ്രൈൻഡർ, മിക്സി തുടങ്ങിയവ ഈ പീക്ക് അവറിൽ ഉപയോഗിക്കാതെ പകൽ സമയത്ത് ഉപയോഗിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടിയാണ് മന്ത്രി നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഈ പല ഡാമുകളിലെയും ജലനിരപ്പ് വലിയ തോതിൽ കുറഞ്ഞു വരുന്നുണ്ട്. എന്നാൽ മെയ് മാസത്തോടു കൂടി മഴ ലഭിക്കുന്നതിനാൽ വൈദ്യുതി ഉപയോഗത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഡാമുകളുടെ ജലനിരപ്പ് ബാധിക്കില്ല എന്നുകൂടിയാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ശരി, സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമാണ് ഈ ചൂടുകാലത്തുണ്ടാകുന്നത് എന്നാണ് മന്ത്രി പറയുന്നത്.